ഹലോ ഗായ്സ്, വെൽക്കം ടു രാധൂസ് കുക്കിംഗ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊട്ടറ്റോ റൈസാണ്. അതായത് നല്ല അടിപൊളി ഒരു പൊട്ടറ്റോ റൈസാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കാരണം അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങളെന്ന് പറയുമ്പം ഉരുളക്കിഴങ്ങ് വേണം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ക്വാണ്ടിറ്റീസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടതെന്ന് പറയുന്നത് 2 സ്പൂൺ പരിപ്പ്, പിന്നെ 2 സ്പൂൺ ഉഴുന്ന് പരിപ്പ്, പിന്നെ വറ്റൽമുളക് ഒരു 6 എണ്ണം, പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി. ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഉരുളക്കിഴങ്ങിന്റെ ക്വാണ്ടിറ്റീസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെയും ഒരു കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഉരുളക്കിഴങ്ങിനെ നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം. അത് വേകുമ്പോൾ തന്നെ നമുക്കൊരു മസാലക്കൂട്ടം റെഡിയാക്കിയാലോ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമ്മൾ മുമ്പ് എടുത്ത് വെച്ച ഉഴുന്നും പരിപ്പിൽ നിന്ന് ഓരോ സ്പൂൺ വീതം ഇതിലേക്ക് ഇടുക. അതൊന്ന് ഒരു ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് നമ്മൾ മുമ്പ് മാറ്റി വെച്ച വറ്റൽമുളകിൽ നിന്ന് ഒരു 3 വറ്റൽമുളകും അതോടൊപ്പം തന്നെ വളംപുളി കഷ്ണം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി ഈ ഒരു പരുവാകുമ്പോഴത്തേന് നമുക്ക് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് ഒന്ന് ആറാൻ വെക്കുക. കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റി അതൊന്ന് ആറാൻ വെക്കുക. എന്നിട്ട് നമുക്ക് ആറിയ ശേഷം നമ്മൾ അതൊന്ന് മിക്സി ജാറിൽ അതൊന്ന് അരച്ചെടുക്കണം. അന്നേരത്തേന് നമുക്ക് അടുത്തൊരു മസാലക്കൂട്ടം കൂടെ റെഡിയാക്കാം. അതിന് നമ്മൾ ഇതുപോലെ ഒരു ചീനിച്ചട്ടി വെക്കുക. ചീനിച്ചട്ടി വെച്ച ശേഷം ഞാനിവിടെ എണ്ണ എടുക്കുന്നത് നമ്മൾ മുമ്പ് വഴറ്റിയ ആ ബാലൻസ് എണ്ണ തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. പ്രത്യേക ഒരു എണ്ണയൊന്നും എടുക്കുന്നില്ല. ഈ എണ്ണ നമ്മൾ ബാലൻസ് ഉള്ള എണ്ണ തന്നെ ഒഴിച്ചിട്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ബാലൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ പിന്നീട് ഒഴിക്കാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ കടുക്, അതിലേക്ക് നമുക്ക് ബാക്കി വന്ന ഉഴുന്നും പരിപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. ഇത്ര എണ്ണമൊന്നുമില്ല, കുറച്ചൊന്ന് ആഡ് ചെയ്യുക. ഇതൊന്ന് വഴറ്റി ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് മുമ്പ് നമ്മൾ വേഗം വെച്ച ഉരുളക്കിഴങ്ങ് എടുക്കുക. ആ ഉരുളക്കിഴങ്ങിലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരെണ്ണം നല്ല രീതിക്ക് ഉടച്ചെടുക്കുക. 2 എണ്ണം നമുക്ക് ഈ സാധാരണ ഈ സാമ്പാറിനും മെഴുക്കോട്ടിക്കൊക്കെ അരിയുന്ന പോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉടച്ചത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് ഇതിലുമായിട്ടൊന്ന് യോജിപ്പിച്ച് ഒന്ന് എടുക്കുക. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. എടുത്ത ശേഷം നമ്മൾ മുമ്പ് തയ്യാറാക്കിയ മസാല, അതായത് ഉഴുന്നുപരിപ്പും പരിപ്പും പിന്നെ അതോടൊപ്പം തന്നെ വറ്റൽമുളകും പുളിയും കൂടെ നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ, അത് നമ്മൾ മിക്സി ജാറിൽ അരച്ചെടുത്തത് നമ്മൾ ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്ത് എടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് മുമ്പേ നമ്മൾ അരിഞ്ഞു വെച്ച ബാക്കി 2 കിഴങ്ങ് അരിഞ്ഞു വെച്ചതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അതും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇനിയും കുറച്ച് ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പൊടികളാണ്. അതായത് ആദ്യം തന്നെ നമുക്ക് ഗരം മസാല ആഡ് ചെയ്യണം. ഞാനിവിടെ 2 സ്പൂണാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഏത് ചോറാണ് ആഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് ചോറും എടുക്കാം. ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വെള്ളരി ആയതുകൊണ്ട് തന്നെ ഞാൻ വെള്ളരിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലേക്കൊന്ന് ഇട്ട ശേഷം അതും ഒന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു ഇച്ചിരി വെള്ളം, അതായത് ഒത്തിരി വെള്ളം വേണ്ട, ഒരു മീഡിയം സൈസ് ആ ഒരു ഇതിനോടൊപ്പം നിൽക്കുന്ന പോലെ ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഒത്തിരി വെള്ളം ആവരുത്, മീഡിയം സൈസ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ശേഷം നമുക്ക് ഈ വെള്ളം എല്ലാം ഒന്ന് പറ്റിയ ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങളൊന്ന് സബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്